നമസ്കാരം. ലൈവ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വയനാടും പാലക്കാടും വെച്ച് UDF-ന് ആഹ്ലാദിക്കാം, ചേലക്കര വെച്ച് LDF-നും. എന്നാൽ കേരളം പിടിച്ചടക്കാനിറങ്ങിയ BJP-ക്കോ നിരാശ മാത്രമാണ് ബാക്കി. പാലക്കാട്ടെ തോൽവിയുടെ ഉത്തരവാദിത്തം സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് പാർട്ടിയിൽ കലാപത്തിന് തുടക്കമായി. സുരേന്ദ്രൻ രാജിവെക്കണമെന്നും ആവശ്യമുണ്ട്. കൂടാതെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ആവശ്യമുണ്ട്. ചേലക്കരയിൽ വൻ പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ശക്തിസ്ഥാനമായ പാലക്കാട് 10,000-ഓളം വോട്ടുകൾ കുറഞ്ഞതാണ് പ്രധാന കാരണമായി നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. കൂറുമാറി കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഉന്നയിക്കുന്ന പരാമർശങ്ങൾ കൂടിയാകുമ്പോൾ നിക്കക്കളിയില്ലാത്ത അവസ്ഥയിലാവുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ. വയനാട്ടിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഹോദരൻ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തെയും മറികടന്നുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ അരങ്ങേറ്റം. 2016 ഷാഫി നേടിയ ഭൂരിപക്ഷത്തെയും മറികടന്ന് അതിനെ പഴങ്കഥയാക്കിക്കൊണ്ടാണ് നിയമസഭയിലേക്കുള്ള കന്നിയംഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടി പാറിച്ചത്. ചെഞ്ചായമണിഞ്ഞ് വീണ്ടും ചേലോട് നിൽക്കുകയാണ് ചേലക്കര, അതും 7ാം തവണ. ഇത് K രാധാകൃഷ്ണന്റെ മാത്രമല്ല CPM-ന്റെ തന്നെ ഉരുക്കുകോട്ടയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഫലം. പാലക്കാട്ടെയും വയനാട്ടിലെയും പരാജയങ്ങൾക്ക് ശേഷം ചേലക്കര നിലനിർത്താനായത് മാത്രമാണ് LDF സർക്കാരിന് ആകെയുള്ള ആശ്വാസം. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയുടെ പിന്തുണയോടെയാണ് UDF പാലക്കാട് ഭൂരിപക്ഷം ഉറപ്പിച്ചതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദം.